മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവും ദൈവനിഷേധിയും യുക്തിവാദിയുമായ ഒരാളുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ കഥ പറയാം. ജഅഫർ റളിയല്ലാഹു അൻഹു യുക്തിവാദിയായ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴെങ്കിലും കടലിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഓ, പലതവണ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജഅഫർ റളിയല്ലാഹു അൻഹു തിരിച്ചൊരു ചോദ്യം കൂടി ചോദിച്ചു, കടലിൻ്റെ പ്രക്ഷുബ്ധാവസ്ഥയും ഭീകരതയും നേരിൽ കണ്ടിട്ടുണ്ടോ എന്ന്. ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും അതിന് മറുപടിയായി അദ്ദേഹം ഒരു സംഭവം വിവരിക്കുകയും ചെയ്തു. ഒരിക്കൽ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റടിച്ചു. തിരമാലകൾ ആഞ്ഞടിച്ചു. കപ്പൽ പൂർണ്ണമായി നശിച്ചു. കപ്പിത്താനും കപ്പൽ ജോലിക്കാരും കപ്പലിൽ ഉള്ളവരും മുഴുവനായിട്ടും മുങ്ങിമരിച്ചു. കപ്പലിൻ്റെ വലിയ ഒരു പലകയിൽ പിടികിട്ടിയതുകൊണ്ട് എനിക്ക് മുങ്ങിപ്പോകാതെ കിടക്കാൻ സാധിച്ചു. പിന്നീട് തിരമാലകൾ ആ പലകയെയും എന്നെയും കൊണ്ട് എങ്ങോട്ടോ ദൂരം സഞ്ചരിക്കുകയും ഏതോ ഒരു കരയിൽ ചെന്ന് കൊണ്ടിടുകയും ചെയ്തു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ആദ്യം താങ്കളുടെ ആശ്രയം കപ്പിത്താനും കപ്പൽ ജീവനക്കാരുമായിരുന്നു. പിന്നീട് അവർ മുങ്ങി മരിച്ചപ്പോൾ നിങ്ങളുടെ രക്ഷ ആ പലകയിലായിരുന്നു. അങ്ങനെ ആ പലക നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോക്കട്ടെ, നിങ്ങൾക്ക് ആ പലകയും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നശിച്ചു പോകട്ടെ എന്ന് കരുതി വെറുതെ അങ്ങനെ കിടക്കുമായിരുന്നോ? അതല്ല രക്ഷപ്പെടണേ എന്ന് ആഗ്രഹിക്കുമായിരുന്നോ? ഉടനെ അയാൾ പറഞ്ഞു, രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കും. അപ്പോൾ മഹാനായ സാദിഖ് റളിയല്ലാഹു അൻഹു തിരിച്ചൊരു ചോദ്യം കൂടി ചോദിച്ചു, ആ സമയത്ത് നിങ്ങളെ ആര് സഹായിക്കുമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക? അപ്പോൾ ആ സമയം അദ്ദേഹം മിണ്ടാതെയായി, അല്പനേരം മൗനിയായി നിന്നു. ഇത്തരം പ്രക്ഷുബ്ധമായ ഘട്ടങ്ങളിൽ നിങ്ങൾ ആരെയാണ് ആശ്രയിക്കുക എന്നറിയുമോ? മഹാനായ സാദിഖ് റളിയല്ലാഹു അൻഹു തുടർന്നു, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിലായിരിക്കും നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുക. അവനാണ് നിങ്ങളെ ഒരു പലകയുടെ മുകളിൽ മുങ്ങിച്ചാവാതെ കിടന്ന് രക്ഷപ്പെടുത്തിയത്. സത്യം ബോധ്യപ്പെട്ട ഈ യുക്തിവാദി ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ ജഅഫർ റളിയല്ലാഹു അൻഹു മുഖേന മുസ്ലിമാവുകയും ചെയ്തു.